ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്കിങ്ങനെ സുഖമായിട്ട് പോണ്. ഇപ്പൊ കുഴപ്പങ്ങളൊന്നും ഇല്ല. തട്ടിയും മുട്ടിയും കൈവേദന ഇടയ്ക്കുണ്ട്, എന്നാലും ഇപ്പൊ വലിയ പ്രശ്നമില്ല. എന്നാലും എന്തൊക്കെയോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ച് എനിക്ക് എന്തോ മാരകമായ എന്തോ വലിയ രോഗമാണ്. കമന്റിൽ എന്തോ പേരൊക്കെ കണ്ടു. അപ്പൊ എനിക്കിത് മനസ്സിലായില്ലേ സത്യത്തിൽ എന്താന്ന്. കാൽസ്യത്തിന്റെ കുറവ് അല്ലെങ്കിൽ മറ്റേ തണുപ്പിന്റെ, എനിക്കത് അറിയില്ല. ഇനിയിപ്പൊ ഇനി അങ്ങനെ പറയണെങ്കിൽ ആശുപത്രിയിൽ പോവാന്ന് വിചാരിച്ചു. എന്തായാലും ഇങ്ങനെ തട്ടിമുട്ടിയും കുഴപ്പമില്ലാണ്ട് രാവിലെ കഞ്ഞിക്ക് മുതിരുപ്പേരിയാണ്. അപ്പൊ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതേ മുതിര വേവിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ മറ്റേ കുത്തിപ്പൊടി മുളക് ഇടുന്നോണ്ട് തന്നെ ആ സാധനവും മിക്സിയിലടിച്ച് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ കുത്തിപ്പൊടി മുളകിന് ചില സമയത്ത് ചില മുളകിന് എരിവുണ്ട് കേട്ടോ, ചില മുളകിന് എരിവില്ല, ചില ദിവസം ഉണ്ടാവും. അപ്പൊ കുറച്ചിട്ടാൽ മതി. ഈ സാധനം എന്താണെന്നറിയോ? ഇതാണ് മറ്റേ കോവയ്ക്കില്ലേ, കോവയ്ക്ക് നമ്മൾ നടുപൊളിച്ചതേ ഉപ്പ് തിരുമ്മിയിട്ട് വറക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് കേട്ടോ. ഇത് നല്ലപോലെ ഉണക്കാം, എന്നിട്ട് വറക്കാം. ഇത് അടിപൊളിയാണ്, ഇത് വറക്കണം. സാധനം നമ്മൾ മൂപ്പിക്കാട്ടോ. നമ്മുടെ മുതിര ഉപ്പേരി അങ്ങനെ വിജയകരമായി കാച്ചി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ചൂട് വറക്കണണ്ട, ചൂട് ചൂട് ചൂട്. രാവിലെ തന്നെ അപ്പനും മോനും കൂടി വണ്ടി കഴുകലായിരുന്നു. ഇന്ന് നമ്മുടെ ഫ്രണ്ടിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അത് ആദ്യം എൻ്റെ ഇപ്പൊ തന്നെ വെള്ളം എടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ എടുത്തു കൊടുത്തുട്ടാ. ഒരു 7 മണി തുടങ്ങി, ഇപ്പൊ എത്ര മണിയായി? 10 മണി വരെ അവൻ വണ്ടി കഴുകി നിൽക്കായിരുന്നു. ഇപ്പൊ തന്നെ ഡ്രസ്സ് മാറ്റി അവനെ കയറ്റിയിട്ടുള്ളൂ. നീ വണ്ടി കഴുകണോന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വേണമെന്നാ പറയുള്ളൂ. ആദ്യം ഇനി വണ്ടി കഴുകണാ, ആര് ചീത്ത പറയുന്നത്? ഈശോ എന്നെ തൈര്. ഞാൻ തൈര് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മറ്റേ ചുവന്നുള്ളിയും മറ്റേ പച്ചമുളകും ഇതൊക്കെ ഇട്ട് വെച്ചേക്കെന്താ, ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് വെച്ചേക്കെന്താ, നിനക്ക് തട്ടിക്കളയാനല്ല കേട്ടാ. ആര് ചീത്ത പറയുന്ന പറഞ്ഞ വെള്ളം കളിച്ച? ഇത്ര നേരം ആരെ വെള്ളത്തിൽ കളിച്ചേ? ആദ്യം ഇത്ര നേരം വെള്ളത്തിൽ കളിച്ചു. തൈര് വേണോ അതിന്? വേണ്ടേ? നമ്മുടെ വീട്ടിലുണ്ടാക്കണ തൈര്. പപ്പടല്ല, മറ്റേ ഇത് വറക്കണ്ടേ, കോവയ്ക്ക കൊണ്ടാട്ടം നമ്മൾ ഉണക്കി വെച്ചത് ഇതുവരെ വറുത്തിട്ടുണ്ടായില്ല. അപ്പൊ അത് വറക്കാലോ. തൈര് ഇങ്ങോട്ട് ഒഴിക്കുക, ലേശം ഉപ്പും പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച സെറ്റ്. പൊളി. ആദ്യത്തിന് മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് മുട്ട പൊരിച്ചു കിട്ടാം. ഈ മുതിര സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കില്ല. കോവയ്ക്ക് കൊണ്ടാട്ടം ചിലപ്പോൾ കഴിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കഴിച്ചില്ല. അപ്പം ഞാൻ ഒരു മുട്ട പൊരിച്ചു. നമ്മുടെ കൊണ്ടാട്ടം നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇടാൻ പോവാട്ടോ. ഇട്ടത് ഇട്ടു തിളച്ച വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ഒഴിച്ചു. ഈ ലേശം മുളക് പൊടി കൂടി ഇത് ഒരു കറുത്ത കളറായി കഴിയുമ്പോൾ ഇടാം. അങ്ങനെ കൊണ്ടാട്ടം. അപ്പം ചേട്ടാന്ന് വിളിച്ചേ, ചേട്ടാന്ന് വിളിക്കടോ. നീയല്ല ചേട്ടനെ വിളിച്ചേ. ബെറ്റ് മറ്റേ ട്രക്ക് മറ്റേ വാട്ട് ഈസ് യുവർ നെയിം? അറിയില്ല. ചേട്ടന്റെ മോനിത് 2 കീരിപ്പല്ല് വന്നിട്ടാ. നല്ല കടി കടിക്കുന്നുണ്ട് കീരിപ്പല്ലിട്ട്. പല്ല് കാണിച്ചു കൊടുത്ത്. പല്ല് ചേട്ടൻ നഖമട്ടാ. ദൈവമേ, ചേട്ടൻ നഖമട്ടണ്ട. അടുക്കളയിൽ നിന്നതും വേർത്ത് കുളിച്ചു. അതെങ്ങനെ വേർത്ത് കുളിച്ചേ? ഞാൻ ഒന്നും ചെയ്തില്ല. അത് ഇവിടെ നിക്കണേന്റെ ഒരു ചൂടില്ലേ, ചൂട് ഭയങ്കര പുഴുക്കാം. മറ്റേ മഴക്കാരുള്ള കാരണേ ഒരു പുറത്തൊരു മഴക്കാരുണ്ടെന്ന് ഇരുണ്ടും കൂടി നിക്കണെന്ന്. വെയിലില്ല. അപ്പൊ വെയിലില്ലാണ്ടാവുമ്പോ ചൂട് ഒന്നും കൂടി കൂടാണ്. ചൂടുണ്ട് അതിന്. ആടത്തിന് ചൂടുണ്ടാവില്ല. ആടെത്ര നേരം വെള്ളത്തിൽ കിടക്കായിരുന്നു. അജയ് ഘോഷ് ഏതൊരു ചേട്ടൻ വന്ന് ചീത്ത പറഞ്ഞു അതിന്. ഇതെന്തത്? ഇവിടെ നോക്ക്. ഗൈസിനോട് പറയ്. ഹലോ ഗൈസ് പറയ്. ഗൈസിന് ഒരു മുളക് കുഞ്ഞുണ്ണി ഉറങ്ങാട്ടാ. കുഞ്ഞുണ്ണി
വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് എടുത്തിട്ടില്ല, ഇതെടുക്കട്ടെ. വാഷ് ചെയ്ത് കഴിഞ്ഞു. വാഷിംഗ് മെഷീനിലിട്ട് ഇത് താഴെ കൊണ്ടിടാം. അപ്പം നല്ലത്. മുകളിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാൻ മറന്നു പോകും. നമ്മൾ താഴെ കൊണ്ടിടാം. ഇതാരുടെ വീടാ? ഇതാണ് ആദത്തിന്റെയും അബ്രുവിന്റെയും. ഏത് വീട്? ഏത് വീടാന്ന് പറയേ കുഞ്ഞാ, പറയടോ. ആരുടെ വീടത്? ആദത്തിന്റെ വീട് ഏതാണോ? ആദത്തിന്റെ വീട്, ആദത്തിന്റെ ടെന്റ്. ഇതിൽ നിറച്ച് ബോൾസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും എടുത്ത് കൊടുത്തിട്ടില്ല, ഒക്കെ ഇവിടെ ഉണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പറക്കേണ്ടി വരും നമ്മള്. 2 ബോൾ എടുത്തിട്ട് തന്നെ ഫുള്ള് സെറ്റ് ചെയ്തിടില്ല. ജയ് ജയ് സിന്ദാബാ, ജയ് ജയ് സിന്ദാബാ, ജയ് 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 സിന്ദാബാ. ഡമ്മണ്ടക്കര 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 ഡമ്മണ്ടക്കര. 2 ചേട്ടന്മാരോടി വൈകുന്നേരം ഭയങ്കര കളി ബഹളാട്ടാ. വൈകുന്നേരം നമ്മൾ റൂമിലെത്തിക്കഴിഞ്ഞ ഒരു മേളാണ്. മുട്ടുത്തി കഴിഞ്ഞ് വിളിക്കല്. അവരോടും പിന്നാലെ ആദോടും അങ്ങനെ അങ്ങനെ ഒരു 12:30 1 മണി വരെ ഫുള്ള് കളിമേളാണതേ. ഇതാണ് ഇവരിങ്ങനെ കളിച്ചിരിക്കും. കുഞ്ഞുമുട്ട അബ്രു, അബ്രാം, അബ്രാം സ്മൈൽ സ്മൈൽ. ചേട്ടാ ചേട്ടാന്ന് വിളിച്ചേ, ചേട്ടാന്ന് വിളിച്ചേ. ചേട്ടാ ചേട്ടാന്ന് വിളിക്കേ. അബ്രു, അബ്രു ചേട്ടാന്ന് വിളിച്ചേ. ഇവർക്ക് ഇങ്ങനത്തെ കുപ്പിപ്പാട്ട സാധനങ്ങളൊക്കെ ഐറ്റംസ് മതിയിട്ടാ. വേറെ നല്ല ടോയ്സിനോട് വലിയ താല്പര്യമില്ല. ഇങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ഇടയിൽ നോക്കി നിൽക്കാതെ നമ്മള് നോക്കി നിന്നില്ലെങ്കിൽ ഒരു അടിക്കുള്ള സാധ്യതയുണ്ട്. അബ്രു ടാറ്റ കൊടുത്തേ. ടാറ്റ 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 കൊടുത്തേ. ടാറ്റ കൊടുക്ക. കൈകൊട്ടിയേ. കൈകൊട്ടുണ്ണി, കൈകൊട്ട് കൈകൊട്ട്. കൈകൊട്ടറോ ദൈവം. ഇന്ന് ടെന്റും കൊണ്ടുവന്ന് 2 കൂടി വീഴും. കൈകൊട്ട അബ്രു. ഇല്ല ആദ്യ കൈകൊട്ടി എന്നാ അബ്രുവിന് അറിയില്ല. കൈകൊട്ടറ. നമ്മുടെ അബ്രുമുത്തിനെ 2 കീരിപ്പല്ല് വന്നിട്ടാ. ഇപ്പൊ കീരിപ്പല്ല് വെച്ചിട്ട് കൈ ഇപ്പൊ ആദത്തിന്റെ കൈ ഇടയ്ക്ക് വന്നിട്ട് എന്നോട് പറയും, അമ്മ അബ്രു കടിച്ചു എന്ന് പറയുമ്പോ ഞാൻ പറയും വെറുതെ പറയുന്നുണ്ടാടാന്ന് പറഞ്ഞു. പല്ല് വന്നിട്ടുണ്ടെങ്കിൽ കടി തുടങ്ങിയിട്ടുണ്ടായില്ല. ഇപ്പൊ ആശാൻ ചെറിയ രീതിയിൽ കടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദംകുട്ടാ ഇവിടെ കടിയുടെ കാര്യം പറയുമ്പോ അവിടെ ചേട്ടൻ അനിയനെ കടിക്കണ്. കുഴപ്പമില്ല, കുറച്ച് നാൾ കഴിയുമ്പോ അനിയന്റെ നല്ല കടി ചേട്ടന് കിട്ടും. അപ്പൊ ശരിയായിക്കോളും. പൊന്നാനിട്, അവന് മോനാനിട്, അവന് ഉണ്ണിക്കുട്ടനാനിട്, അവന് കുഞ്ഞുവാവയാനിട്, അവന് മോനാനിട്, അവന് പൊന്നുവാടാനിട്, അവന് കുഞ്ഞുവാവയാനിട്, അവന് പൊന്നാനിട്. എന്താ സുഖപ്പന് 2 മക്കൾ ഒരുമിച്ചോ. കുട്ടികളെ കാണിച്ചു തരട്ടെ ഞാൻ. ഇതൊരാന, ഇതടുത്താന. ഒരാൾ അങ്ങോട്ട് വിടും. അതേ എടുത്തുടാതെ കുമ്പാ എന്നുള്ള അടിയിണങ്ങി നടക്കാൻ പോണേ. എന്ത് സാധനം കണ്ടാലും എന്ത് പറക്കിയ തിന്നോടോ നീ, തിന്നോടാ. എന്നിട്ട് ചിരിയും ഒരു കള്ളനോട്ടുണ്ടോന്. വെറുതെ ഒന്ന് തിന്നില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കൂട്ടാ, തിന്നണ പോലെ. ചേട്ടോട്, ചേട്ടാ അറ്റാക്ക്.
അതങ്ങോട്ട് പോടാ. അപ്പൊ നമ്മുടെ വീഡിയോയില് കമന്റ് വന്നിട്ടുണ്ടായി, നാത്തൂൻ എവിടെ, നാത്തൂൻ പോയോ, അങ്ങനെയൊക്കെ ചോദിച്ച് കമന്റ് വന്നിട്ടുണ്ട്. കാരണം ഇന്നലത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ ഇട്ടപ്പോഴാന്ന് തോന്നുന്നു കേക്ക് കട്ടിങ്ങിന്റെ സമയത്തൊന്നും നാത്തൂനെ കാണാത്തോണ്ടായിരിക്കാം, അവര് വരാത്തോണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ ചോദിച്ചത്. സത്യത്തിൽ അവർ ഇവിടെ ഇല്ല. നമ്മളത് പറയാൻ മറന്നു. ഇന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ, അത് പറയാൻ വിട്ടുപോയി. അപ്പൊ അവര് പോയിട്ട് ഇപ്പൊ എത്ര മാസമായി? 4 മാസമൊക്കെ ഇപ്പൊ അളിയൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവര് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾക്കൊക്കെ അവിടെ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓഫ്ലൈൻ അല്ല, ഓൺലൈനാന്ന് പറയണ്ടേ ക്ലാസ് ഒക്കെ. പിന്നെ അപ്പൊ അത് യുദ്ധം കാരണം കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. അവിടെ അവള് പോയത് നമ്മളൊരു സാഹചര്യം മൂലം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അത് തിക്കുന്നർക്കും തൃശ്ശൂരൊക്കെ ആയിരുന്നു ആ സമയത്ത്. നമ്മളവിടെ ചെന്നു, ഫുള്ള് പെട്ടി പാക്കിങ്, അതിന്റെ ഇടയിൽ കൂടെ ഇവര് അങ്ങോട്ട് ഓടല് ഇങ്ങോട്ട് ഓടല്. അതിന്റെ ഇടയില് അത് പച്ചമുളക് എടുത്ത് തിന്നു. അന്ന് മറ്റേ ഇത് നല്ല എരിവുള്ള ഉണ്ടമുളകില്ലേ, നമ്മളെ നാടൻ പച്ചമുളക്, അതെടുത്ത് തിന്നു. മിഠായി കൊടുത്തിട്ട് വരെ കൊച്ചിന്റെ കണ്ണീന്ന് കിടുകിടുകിട് കരച്ചിലായിരുന്നു. മൊത്തത്തിലൊരു ഇതായിരുന്നു, കോംപ്ലിക്കേറ്റഡ് ഏരിയ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മളത് പറയാനും മറന്നുപോയി. നാത്തും പോയി എന്നുള്ള കാര്യം നമ്മൾ പിന്നെ വിട്ടുപോയി, കണ്ടന്റിൽ വിട്ടുപോയി. അപ്പൊ അവര് പോയി, അതാണ്, അതുകൊണ്ടാണ് അവര് വീഡിയോയിലില്ല. വെഡിങ് ആനിവേഴ്സറിക്കൊന്നും അവര് വരാണ്ടിരുന്നതും കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തൊന്നും അവരിവിടെ ഉണ്ടെങ്കിൽ അവരെന്തായാലും ഉണ്ടാവും. അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് അവരുണ്ടായില്ല. അപ്പൊ പിന്നെ എന്തിനാണ്, വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അവരില്ലാത്തത്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്തിനാ നമ്മൾ ആ മക്കളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇപ്പൊ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്നെ ആരും വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് പോയി. അത് തന്നെ, വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെന്തായാലും വരേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരില്ലാത്തത്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. പിന്നെ പിള്ളേർ രണ്ടുപേരും ഇതേ കിടന്നുറങ്ങി. ഞാൻ ഇതേ ഇപ്പൊ തന്നെ ഫുഡ് അടിച്ച് വന്നുള്ളൂ. ഇന്ന് നമ്മുടെ വീട്ടിൽ സ്വാദിഷ്ടമായ ചേമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചേമ്പും ഇറച്ചിയും വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൂട്ടി നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് നീ സുഖമായിട്ട് നിദ്രയിലേക്ക് പോകാൻ പോവാണ്. അങ്ങനെ പിന്നെ എന്നിട്ടാണ്, പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.